മനുഷ്യൻ പൂർണ്ണാർത്ഥത്തിൽ കൃത്രിമ ജീവനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് കരുതുന്നവരുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളെപ്പോലെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന യന്ത്രങ്ങളെയും സോഫ്റ്റ്വെയർസിനെയൊക്കെ ഒരു ജീവനായിട്ട് കണക്കാക്കുന്നതിൽ തെറ്റുണ്ടാവില്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് നാളത്തെ ഭാവിയാണ്, ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. അതിനെ വരുതിയിലാക്കുന്ന കമ്പനി തന്നെയായിരിക്കും നാളെ ലോകത്തെ ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യവും ഏറെക്കുറെ തീർച്ച തന്നെയാണ്. ഇതേ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ യുദ്ധത്തെക്കുറിച്ച് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ടെക്നോളജികളെക്കുറിച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും പ്രയാസമുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം സമയമെടുത്താണ് ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഒരു മനുഷ്യൻ്റെ ഇൻ്റലിജൻസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കമ്പ്യൂട്ടറിനും ഫോണിനും സോഫ്റ്റ്വെയർസിനും ഒക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. അതായത് കണക്ക് കൂട്ടുക, ഭാഷ പരിവർത്തനപ്പെടുത്തുക, ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, മനുഷ്യനെടുക്കുന്നത് പോലുള്ള തീരുമാനങ്ങളെയൊക്കെ എടുക്കുക. പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇത് അനുരാഗാണ് എന്ന് മനസ്സിലാക്കുന്നില്ലേ? അതെങ്ങനെയാണ്? എൻ്റെ കണ്ണ് മുതൽ കണ്ണ് വരെയുള്ള ഈ ദൂരം, അതുപോലെ എൻ്റെ മൂക്ക് മുതൽ ഇവിടെ വരെയുള്ള ദൂരം, മൂക്ക് മുതൽ വായ വരെയുള്ള ദൂരം, ഈ ദൂരവും എൻ്റെ ഈ മുഖത്തിൻ്റെ രൂപങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു പാറ്റേൺ പോലെ പതിയുന്നുണ്ട്. ഈ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഫോണും ചെയ്യുന്നില്ലേ? നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫേസ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് എന്ന് വളരെ എളുപ്പത്തിൽ ആ ഫോൺ തിരിച്ചറിയുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ ഫോണുകളിലൊക്കെ ഉള്ള സോഫ്റ്റ്വെയർസിന് നമ്മളെയും നമ്മുടെ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടെങ്കിൽ അവരെയും മനസ്സിലാക്കാൻ പറ്റും, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്നൊരു മനുഷ്യന് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, അതേസമയം ഫോണിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ കുറച്ചധികം ഡാറ്റകൾ, കുറച്ചധികം കാൽക്കുലേഷൻസ് നമ്മളെക്കാളും സ്പീഡിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കണ്ണ് മുതൽ കണ്ണ് വരെയുള്ള ദൂരവും മൂക്ക് മുതൽ വായ വരെയുള്ള ദൂരവും ഒന്നും മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ തലച്ചോറ് വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് നമ്മളോട് പറയുകയാണ്, തീരുമാനങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ അതിലും എളുപ്പത്തിൽ, അതിലും വേഗതയിൽ പലപ്പോഴും ഫോണുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കണക്ക് കൂട്ടുക എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ഒരു കഴിവാണ്. ഈ കഴിവ് കമ്പ്യൂട്ടറിനും എന്തിനും നമ്മുടെ ചെറിയ കാൽക്കുലേറ്റേഴ്സിന് പോലും അനുകരിക്കാൻ പറ്റും. ഒരു കണക്കിന് അതും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. കാരണം നമ്മൾ കണക്ക് കൂട്ടാനുള്ള കഴിവ് നമ്മൾ കാൽക്കുലേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും കുറവായിട്ട് കാണാറുണ്ട്. മൂന്നക്ക സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം നമുക്ക് മനസ്സിൽ ചെയ്യാനോ പേപ്പറിൽ ചെയ്യാനോ കുറച്ചധികം സമയം എടുക്കും. അതേസമയം ഞെക്കുന്ന ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് കാൽക്കുലേറ്റേഴ്സ് ഉത്തരം നൽകുന്നതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളെ ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അവിടെ നിന്നും നമ്മൾ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്തിനെ ഇപ്പം നമ്മൾ കാണുകയാണ്, അവന് ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. കാരണം അവൻ്റെ കുറച്ച് ഡാറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നോക്കും? അവൻ്റെ അപ്പുള്ള മൂഡ് ഏതാണെന്ന് നമ്മൾ നോക്കും, അവൻ്റെ പ്രായം ഏതാണെന്ന് നോക്കും, അവൻ്റെ സ്വഭാവം നോക്കും, അവൻ്റെ താല്പര്യങ്ങളെയൊക്കെ അനലൈസ് ചെയ്ത് അവന് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഡാറ്റകൾ വളരെ പരിമിതമാണ്. അതേസമയം സ്പോട്ടിഫൈ പോലുള്ള ആപ്പുകളുടെ മെഷീൻ ലേണിംഗ് നമ്മളെക്കാളും സ്ട്രോങ് ആണ്. കാരണം അവർ ഒരുപാട് ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിൽ നമ്മൾ കുറച്ചധികം സമയം ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ഡാറ്റകൾ അവർക്കുണ്ട്. ആ ഡാറ്റകളെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഓരോ സമയത്തും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് തിരഞ്ഞു പിടിച്ച് നമ്മളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ എന്താണ് മനുഷ്യൻ്റെ ഇൻ്റലിജൻസ്? ഞാൻ എളുപ്പത്തിൽ ഒരു ചോദ്യം ചോദിക്കാം. റഹ്മാനാണോ അതോ APJ അബ്ദുൽ കലാം ആണോ കൂടുതൽ ഇൻ്റലിജൻറ്റ്? ഈ ചോദ്യം ചോദിച്ചപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞത് APJ അബ്ദുൽ കലാം എന്നായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹത്തെ 1 ഡിഗ്രി പോലും മാറ്റം വരുത്താതെ കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം ചെയ്യുന്ന കാൽക്കുലേഷൻസ് എല്ലാം വളരെയധികം ഫാസ്റ്റാണ്. നമ്മൾ വലിയൊരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പുട്ട് പോലെയൊക്കെ അദ്ദേഹം ഉത്തരം നൽകും. വലിയ കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് ഒക്കെ അദ്ദേഹത്തിന് വളരെ നിസ്സാരമാണ്. അദ്ദേഹം അനലിറ്റിക്കൽ സ്കില്ലിൽ അത്രത്തോളം മികച്ച ആളാണ്. എന്നാൽ റഹ്മാനോട് ഒരു കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. എന്താണെങ്കിലും APJ അബ്ദുൽ കലാമിനോളം മാത്തമാറ്റിക്സിൽ അദ്ദേഹം ഇൻ്റലിജൻ്റ് അല്ല. എന്നാൽ ഒരു മ്യൂസിക്കൽ നോട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല റഹ്മാൻ ചിന്തിക്കുക. അദ്ദേഹത്തിന് അതിന് ധാരാളം മാനങ്ങൾ ഉണ്ടാവും, ധാരാളം കാര്യങ്ങൾ ആ പാട്ടിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയും. ആ താളത്തിൽ നിന്ന് ഒരുപാട് വൈവിധ്യങ്ങളെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ഏത് രാഗമാണ്, ഏത് ഭാവമാണ്, സിനിമയിൽ ഏത് ഭാഗത്താണ് ഇത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ സകല കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ മിന്നിമറയും. അതായത് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന ഇൻ്റലിജൻസ് റഹ്മാനാണ് കൂടുതലായിട്ടുള്ളത്. അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് നമ്മുടെ APJ അബ്ദുൽ കലാമിനാണ് കൂടുതലായിട്ടുള്ളത്.
ഈ രണ്ട് തരം ഇൻ്റലിജൻസുകളെ കമ്പയർ ചെയ്യുന്നത് ഈ കാരമുള്ളിനെയും കാരിരുമ്പിനെയും ഒക്കെ കമ്പയർ ചെയ്യുന്നത് പോലെ അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് രണ്ടുപേർക്കും വ്യത്യസ്തമായ ഇൻ്റലിജൻസ് ആണുള്ളത്. മനുഷ്യന് മൾട്ടി ഡിമെൻഷണൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണുള്ളത്. ചില ആളുകൾക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് നിങ്ങൾ കാറിൽ പോകുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം ചിലപ്പോൾ കാറിൻ്റെ വഴിയൊന്നും തെറ്റില്ല. എവിടേക്കാണ് പോയത്, ഏത് ഊടുവഴിയിലൂടെയാണ് പോയതെന്ന് തിരിച്ചു വരുന്ന സമയത്ത് പോലും കൃത്യമായിട്ട് പറയാൻ അവർക്ക് പറ്റും. കാരണം അവർക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. അതേസമയം നന്നായി കണക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി വഴി എപ്പോഴും തെറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സ്പേഷ്യൽ ഇൻ്റലിജൻസ് കുറവാണ്. കൂടുതൽ കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യാൻ സാധിച്ചാൽ, കൂടുതൽ കാര്യങ്ങളിൽ ശാസ്ത്രം വികസിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇന്റലിജൻസോളം എത്തുന്ന പല ഇന്റലിജൻസുകളും അല്ലെങ്കിൽ അതിനെ കടത്തിവെട്ടുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരാൻ സാധിക്കുമെന്ന് ഇപ്പോഴും കരുതപ്പെടുന്നുണ്ട്. അതിനുവേണ്ട പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ചാറ്റ് ബോട്ടുകളും മനുഷ്യനെ പോലെയല്ല ചിന്തിക്കുന്നത്. കാരണം അവർക്ക് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിൽ യുവാൽ നോവ ഹരാരി മനുഷ്യനെയും കുരങ്ങുകളെയും കമ്പയർ ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഒരു കാട്ടിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അവരെ വെച്ച് ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തുകയാണ്. ആ കുരങ്ങ് നിലത്ത് നിൽക്കുന്ന സമയത്ത് സിംഹം വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. ഒരു കുരങ്ങ് ആ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കുരങ്ങന്മാരും ഓടി മരത്തിൻ്റെ മുകളിൽ കയറും. അതുപോലെ പരുന്ത് വരുന്ന സമയത്ത് മറ്റൊരു ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. പരുന്ത് വരുന്ന സമയത്ത് ഈ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ കുരങ്ങന്മാരെല്ലാം ഓടി മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതും ഒളിക്കുന്നതും കാണാൻ വേണ്ടി പറ്റി. അതായത് കുരങ്ങന്മാർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റും. സിംഹം വരുന്നുണ്ട്, അതുപോലെ പരുന്തുകൾ വരുന്നുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ മനുഷ്യന്റെ ഭാഷയ്ക്ക് യുണീക്കായ ചില പ്രത്യേകതകളുണ്ട്. ഒരാഴ്ച മുമ്പ് നമ്മളൊരു സിംഹത്തെ കണ്ടിരുന്നു. ആ സിംഹം ഇവിടെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നെല്ലാം മറ്റൊരു മനുഷ്യന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ കുരങ്ങന്മാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ സമയത്തുള്ള അപകടങ്ങളെ വിളിച്ചോതാൻ മാത്രമാണ് അവരുടെ ഭാഷയ്ക്ക് പറ്റുക. നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഏത് ചാറ്റ് ബോട്ടിനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും അവർക്ക് ഇൻറ്റൻഷനലി സത്യം അറിയാം. ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് സത്യം അറിയാം. പക്ഷേ ആ സത്യം മനസ്സിൽ വെച്ച് അവർക്ക് കള്ളം പറയാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റും. പരദൂഷണം പറയാൻ പറ്റും. പരസ്പരം കുറ്റം പറയാം, തെറ്റിക്കാം, കള്ളം പറയാം, ദേഷ്യപ്പെടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് സ്വയമേവ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇതുവരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത്തരമൊരു കഴിവ് വന്നിട്ടില്ല. ഈ പരദൂഷണം പറയുന്നതും കള്ളം പറയുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാം നമ്മുടെ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി വളർന്നു വന്നതിൽ പരദൂഷണത്തിന് തന്നെ ഒരു വലിയ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനുഷ്യന്റെ ഇന്റലിജൻസ് എന്നും എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാർഡും ചാറ്റ് GPT തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റും ഗൂഗിളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. നമുക്കെന്തായാലും കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 1964 MIT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗവേഷകർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യനും കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. എലീസ എന്നാണ് അവരതിന് പേര് കൊടുക്കുന്നത്. ആ പ്രോഗ്രാം അവർ സക്സസ്ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം മികച്ചതായിരുന്നില്ല എങ്കിലും ലോകത്തിലെ തന്നെ ആദ്യത്തെ ചാറ്റ് ബോട്ടായിട്ട് എലീസയെയാണ് കണക്കാക്കുന്നത്. പിന്നീട് ചാറ്റ് ബോട്ട് രംഗത്ത് നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. 1995 ആലിസ് എന്ന ലാംഗ്വേജ് പ്രോസസ്സിംഗ് ബോട്ടും 2001 സ്മാർട്ട് ചൈൽഡ് എന്ന ബോട്ടും പുറത്തേക്ക് വരികയാണ്. ഇതിനുശേഷം പിന്നീട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറുകയാണ്. നമുക്കറിയാം അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റന്റ് ഇതെല്ലാം ഈ ഒരു മേഖല തന്നെ മാറ്റിമറിച്ച കാര്യങ്ങളായിരുന്നു. എന്നാലും ഇവരോടൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല, വേണമെങ്കിൽ ഞാൻ ഗൂഗിളിൽ തിരയാം അല്ലെങ്കിൽ സഫാരിയിൽ തിരയാം എന്നൊക്കെ പറയാറുണ്ട്. നെറ്റിൽ ഇത്തരം വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയാറുണ്ട്. അതായത് അവർക്കറിയാത്ത കാര്യങ്ങൾ അവർ ഗൂഗിളിലോ സഫാരിയിലോ ഒക്കെ തിരഞ്ഞ് നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. എന്നാൽ ഈ അലക്സയും സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റും ഒക്കെ നമ്മളെ പല കാര്യത്തിലും സഹായിക്കാറുണ്ട്. നമുക്ക് തമാശ പറയാം, നമുക്ക് സമയം എത്രയാണെന്ന് ചോദിക്കാം, ഡേറ്റ് എന്താണെന്ന് ചോദിക്കാം, ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഈ ബ്രൗസറിലേക്ക് കൊണ്ടുപോകും. നെറ്റിൽ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറയും. ശരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചോദിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കൊണ്ടുപോവുക. അതായത് ഇവർക്ക് കുറച്ച് ബുദ്ധി കുറവാണോ എന്ന് പോലും നമുക്ക് തോന്നും. കാരണം വേറെയൊന്നുമല്ല, ചാറ്റ് GPT ഇപ്പോൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. 2022 നവംബറിലാണ് ഓപ്പൺ AI എന്ന കമ്പനി അവരുടെ ചാറ്റ് ബോട്ടായ ചാറ്റ് GPTയെ പുറത്തുവിടുന്നത്. ആദ്യത്തെ 2 മാസം കൊണ്ട് ഇത് ഉപയോഗിച്ച ആളുകളുടെ എണ്ണം 100 മില്യൺ ആയിട്ട് കൂടുകയാണ്. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിയാലും 2023 കണക്ക് പ്രകാരം ഓരോ ദിവസവും
13 മില്യണിലധികം ആളുകൾ ഈ ചാറ്റ് ബോട്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? വേറെ ഒന്നുമല്ല, അലക്സയും സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റും പോലെയൊന്നുമല്ല, വളരെ കൃത്യമായി പല കാര്യങ്ങളിലും അഡ്വാൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ചാറ്റ് ബോട്ടായിട്ടാണ് ചാറ്റ് GPT-യെ ഇപ്പോൾ കണക്കാക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ചാറ്റ് GPT-യുടെ ഈ ഒരു വളർച്ച ഭാവിയിൽ ഗൂഗിളിൻ്റെ മോണോപോളിയെ പോലും ചോദ്യം ചെയ്യുമെന്നും ഭാവിയിൽ ഗൂഗിളിൻ്റെ ബിസിനസ്സിനെ തന്നെ പൂർണ്ണമായും തകർക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ കാര്യമായി ചാറ്റ് GPT-യെ ഗൂഗിൾ എടുക്കുന്നതും ഇവർ തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നതും. എന്നാൽ എന്താണ് ശരിക്കും ഈ ചാറ്റ് GPT? എങ്ങനെയാണ് ഗൂഗിൾ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കമ്പനിയുടെ ബിസിനസ്സിനെ ഭാവിയിൽ ചാറ്റ് GPT തകർക്കുമോ എന്ന സംശയം പോലും ഉണ്ടാവുന്നത്? വേറെ ഏതെങ്കിലും കമ്പനി വന്നാൽ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ ഗൂഗിളിനെയൊക്കെ തകർക്കുന്നു. പക്ഷെ ചാറ്റ് GPT-ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് വർക്ക് ചെയ്യിക്കുന്നത്. സാധാരണ നമ്മൾ അലക്സയിലും സിറിയിലും ഒന്നും കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും അല്ല, അതിൻ്റെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പുറം ഇരുന്ന് നമ്മളോട് സംസാരിക്കുന്നത് മനുഷ്യനാണോ എന്ന് പോലും ചാറ്റ് ചെയ്താൽ നമുക്ക് തോന്നിപ്പോവും. അലക്സയോടും സിറിയോടും ഒക്കെ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, കുറച്ച് കഴിഞ്ഞ് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയും. പിന്നെ മുകളിലെ ചോദ്യത്തിന് കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി പറയാൻ അവർക്ക് പറ്റിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അതിൽ അവർ കുറച്ച് പരാജയപ്പെട്ടതാണ്. എന്നാൽ ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, പിന്നീട് വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞാൻ മുകളിൽ പറഞ്ഞ ഈ കാര്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്താൽ നമുക്ക് എന്താണ് തോന്നുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഈ ഒരിക്കലും ഈ അലക്സയ്ക്കോ സിറിക്കോ ഒന്നും അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഈ കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആണ് ചാറ്റ് GPT. ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സംസാരിക്കാം. സാധാരണ രീതിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ഗൂഗിൾ ചെയ്യും. നമ്മൾ എപ്പോഴും അങ്ങനെ പറയുക, സെർച്ച് ചെയ്യാമെന്നൊന്നുമല്ല, ഗൂഗിൾ ചെയ്യാമെന്നാണ് പറയുക. കാരണം അത്രത്തോളം മോണോപോളി ആയിരിക്കുന്നു ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. എന്നാൽ ഗൂഗിളിൽ ഇത്തരമൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമുള്ള ഒരുപാട് സൈറ്റുകൾ നമുക്ക് കാണിച്ചു തരും. കൃത്യമായൊരു ഉത്തരം ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. വാക്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും, കാരണം അതിനനുസരിച്ചാണ് അവർ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് വായിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ചാറ്റ് GPT-യോട് ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാം, ഒരാൾക്ക് ഉത്തരം കൊടുക്കുന്നത് പോലെ നമുക്ക് ഉത്തരം തരും. നമ്മളിപ്പോൾ പറയുകയാണ് 5 വയസ്സുള്ള ഒരു കുട്ടിയോട് പറയുന്നത് പോലെ എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തരണം എന്ന് പറഞ്ഞാൽ തന്ന ഉത്തരം അതിനനുസരിച്ച് ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ മാറ്റി എഴുതാനും ചാറ്റ് GPT-യെ കൊണ്ട് സാധിക്കുന്നു. ഇത് മാത്രമല്ല, ഈ ചാറ്റ് ബോട്ടിനോട് നമുക്ക് എന്തും ചോദിക്കാം. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ആ ബിസിനസ് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ, ആ ബിസിനസ് എങ്ങനെ ഞാൻ നടത്തണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം. ഒരു പ്ലോട്ട് പറഞ്ഞ് ഒരു നാടകം എഴുതാൻ പറഞ്ഞാൽ എഴുതി തരും, ഒരു തിരക്കഥ എഴുതാൻ പറഞ്ഞാൽ എഴുതി തരും, ഒരു സാഹചര്യത്തിനനുസൃതമായി ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാലോ കവിത എഴുതാൻ പറഞ്ഞാലോ നമുക്ക് എഴുതി തരുന്നതാണ്. നമ്മൾ മനുഷ്യന്മാർ കുറച്ച് പ്രശ്നക്കാരായതുകൊണ്ട് എങ്ങനെ ഒരാളെ കൊല്ലാം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ബാക്കി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും, സൂര്യന് താഴെയുള്ളതോ മുകളിലുള്ളതോ ആയ ഏത് കാര്യങ്ങളും നമുക്ക് ചാറ്റ് GPT-യോട് ചോദിക്കാം, അത് ഉത്തരം നൽകുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചാറ്റ് GPT എല്ലാം അറിയുന്ന ഒരു മനുഷ്യനല്ല. മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്. എന്നാൽ ചാറ്റ് GPT-ക്ക് അത് ഉണ്ടാവണമെന്നില്ല. നിരവധി സൈറ്റുകളിൽ വ്യാജ വാർത്തകൾ ഉണ്ടാവാറുണ്ട്. അതായിരിക്കാം ചാറ്റ് GPT-യുടെ ഡാറ്റാബേസ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ അതിനെക്കൊണ്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തരുന്ന ഉത്തരങ്ങളിൽ തെറ്റുണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ ഭാവിയിൽ ഈ തെറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചാൽ എന്തുകൊണ്ടും ഗൂഗിളിനെ മറികടക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മൾ വായിച്ച ഉത്തരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ചാറ്റ് GPT ഉത്തരം നൽകുന്നത്. ഇലോൺ മസ്ക് അടക്കം ചേർന്ന് സ്ഥാപിച്ച ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചാറ്റ് ബോട്ടായ ചാറ്റ് GPT-യെ പുറത്തേക്ക് വിടുന്നത്. ഈ കമ്പനിക്ക് ഫണ്ട് ചെയ്യുന്നതിൽ പ്രമുഖർ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് നമുക്കറിയാം ഗൂഗിളിൻ്റെ പ്രധാന എതിരാളിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജിന് പകരമാണ് ഗൂഗിൾ ക്രോം ഉള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനായ ബിങ്ങിന് പകരമാണ് ഗൂഗിൾ സെർച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം എതിരാളികളാണ്. എന്നാൽ ചാറ്റ് GPT-യിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ ഫണ്ട് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ബിങ്ങുമായി ചാറ്റ് GPT-യെ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൂഗിളിൻ്റെ ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതേ കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ബിങ്ങും ചാറ്റ് GPT-യും കൈകോർത്ത് മാർക്കറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങും ആളുകൾ ഭാവിയിൽ ധാരാളം ഉപയോഗിക്കുമെന്ന് കരുതപ്പെടുന്ന ചാറ്റ് GPT-യും സംയോജിച്ച് കഴിഞ്ഞാൽ
എന്താണെങ്കിലും ഗൂഗിളിൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഗൂഗിൾ ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ ബാഡ് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. ആ ബോട്ടിനെ ഗൂഗിൾ സെർച്ചുമായിട്ട് ചേർക്കാനുള്ള ശ്രമങ്ങളും നടത്തി. അങ്ങനെയാണ് ശരിക്കും ഈ യുദ്ധം ആരംഭിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വശത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ബിങ്ങും ChatGPT-യുമാണ്, മറുവശത്ത് ഗൂഗിളും ബാഡുമാണ്. എന്നാൽ ഗൂഗിളിനെ തീർക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. ഗൂഗിൾ തീരാനും വലിയ പ്രയാസവും ഇല്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഗൂഗിൾ ഈ ഇൻ്റർനെറ്റ് സെർച്ചിൽ ഒരു മൊണോപ്പൊളി തന്നെയാണ്. കാരണം 93% ഇൻ്റർനെറ്റ് സെർച്ചുകളും നടക്കുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിനിലൂടെയാണ്. ബാക്കി 3% ബിങ്ങിനുള്ളത്. ബാക്കി എല്ലാ സെർച്ച് എഞ്ചിനുകൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4% ഉണ്ട്. ഈ 3% ബിങ്ങിനുണ്ടല്ലോ, രണ്ടാം സ്ഥാനത്തുള്ള ബിങ്ങിന് 3% ഉണ്ടല്ലോ. ഈ 3%-ലെ വലിയൊരു പങ്കും കമ്പ്യൂട്ടർ പുതിയതായിട്ട് മേടിക്കുന്ന ആളുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് ബിങ് ആയതുകൊണ്ട്, അതായത് വിൻഡോസിലെല്ലാം ഉള്ളത് ബിങ് ആയതുകൊണ്ട് അവർ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികവും ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ അടുത്തെത്താൻ ബിങ് ഒരുപാട് വിയർക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഗൂഗിൾ തകരാൻ വലിയ പ്രയാസമൊന്നുമില്ല, അല്ലെങ്കിൽ തകരില്ല എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന കാര്യം, 1995 നമ്മൾ നോക്കുകയാണെങ്കിൽ യാഹൂ സെർച്ച് വളരെ ഫേമസ് ആയിരുന്നു. ഇതൊരു സെർച്ച് എഞ്ചിൻ മാത്രമായിരുന്നില്ല. യാഹൂവിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു, യാഹൂ പോർട്ടൽ ഉണ്ടായിരുന്നു, യാഹൂ മെയിൽ ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ യാഹൂ മാത്രമായിരുന്നു. എന്നാൽ 1998 ഗൂഗിൾ എന്ന ഒരു ചെറിയ കമ്പനി ഉദയം ചെയ്ത് വന്നിരുന്നു. അത് സ്ഥാപിച്ച ആളുകൾ യാഹൂവിലേക്ക് പോയി, ഞങ്ങളുടെ കമ്പനി, ഞങ്ങളുടെ പുതിയ ടെക്നോളജി നിങ്ങൾ ഏറ്റെടുക്കുന്നോ എന്ന് പോലും ചോദിച്ചിരുന്നു. $1 മില്യൺ തന്നാൽ ഗൂഗിളിനെ യാഹൂവിന് വിൽക്കാം എന്ന് പോലും പറഞ്ഞിരുന്നു. എന്നാൽ യാഹൂ ആ സമയത്ത് $1 മില്യൺ കൊടുത്തൊന്നും ഇത് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. കാരണം അവർ ആ സമയത്ത് സെർച്ചിൽ ഒരു മൊണോപ്പൊളി ആയിരുന്നു. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ യാഹൂ മാത്രമായിരുന്നു. എന്നാൽ 2004 ആയപ്പോഴേക്കും ഗൂഗിൾ യൂസേഴ്സിൻ്റെ എണ്ണം നന്നായിട്ട് കൂടുകയാണ്. മന്ത്ലി യൂസേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് ഗൂഗിൾ എത്തുകയാണ്. എന്നാൽ ആ സമയമായപ്പോഴേക്കും ഗൂഗിളിനെ മേടിക്കാൻ യാഹൂ ഒരു ശ്രമം നടത്തുന്നുണ്ട്. $3 ബില്യൺ അവർ വില പറഞ്ഞു. എന്നാൽ ഗൂഗിൾ പറഞ്ഞത് $5 ബില്യൺ തന്നാൽ മാത്രമേ വിൽക്കുള്ളൂ എന്നായിരുന്നു. $5 ബില്യൺ ഒക്കെ കൊടുത്ത് ഈ കമ്പനി മേടിക്കണോ എന്ന് യാഹൂ തീരുമാനിച്ചു. മേടിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് യാഹൂ എത്തിച്ചേരുന്നത്. എന്നാൽ ആ ഒരു സംഭവം യാഹൂവിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. സെർച്ച് എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. അത് തന്നെ അവരുടെ തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് മാറി. കാരണം ഗൂഗിൾ അത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വന്നു, യാഹൂ അതുപോലെ താഴേക്ക് വന്നു. ഒടുവിൽ $125 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി വിറ്റുപോയത് $4.8 ബില്യൺ ആയിരുന്നു. അത്രത്തോളം യാഹൂ തകർന്ന് തരിപ്പണമായി പോയി. 1995 കാലഘട്ടത്തിലെല്ലാം യാഹൂ കൈയാളിയിരുന്ന ഇൻ്റർനെറ്റ് മോണോപോളി ഇപ്പോൾ കൈയാളുന്നത് ഗൂഗിൾ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സമയത്ത് ഇൻ്റർനെറ്റ് സെർച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് യാഹൂ തിരിച്ചറിഞ്ഞില്ല. അതാണ് യാഹൂവിൻ്റെ പതനത്തിന് കാരണമായത്. എന്നാൽ ഗൂഗിൾ ഇപ്പം തന്നെ ആ കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സെർച്ച് മാത്രമല്ല, AI അസിസ്റ്റഡ് ആയിട്ടുള്ള സെർച്ചാണ് ഭാവി എന്ന് ഗൂഗിൾ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. കാരണം ChatGPT-യും ബിങ്ങും സംയോജിച്ച ആ സമയത്ത് തന്നെ അവർ ബാഡിനെ വിപണിയിലേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ബാഡിനെ അവതരിപ്പിക്കാനുള്ള ഗൂഗിളിൻ്റെ ആദ്യ ശ്രമം തന്നെ, യുദ്ധത്തിലെ ആദ്യത്തെ ചുവട് തന്നെ പാളിപ്പോവാണ്. 2023 ഫെബ്രുവരി 8 ലൈവ് ഫ്രം പാരീസ് എന്ന പ്രോഗ്രാമിലാണ് ബാഡിനെ ഇവർ അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ഹറിബറി ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ബാഡിനെ അവതരിപ്പിക്കാൻ വേണ്ട ഡാറ്റകൾ കൊണ്ടുവന്നിരുന്ന ഫോൺ എടുക്കാൻ മറന്നുപോവാണ്. അങ്ങനെ ഗൂഗിൾ ഒരല്പം നാണം കെടുന്നുണ്ട്. അത് മാത്രമല്ല, അവർ ഈ ബാഡിൻ്റെ പരസ്യമായിട്ട് അവതരിപ്പിച്ച കാര്യത്തിലെ വലിയൊരു പിഴവ്, അതായത് ഈ ചാറ്റ് ബോർഡ് നടത്തിയ വലിയൊരു പിഴവ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതുകൂടി ആയപ്പോൾ, അതായത് യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ചുവടും പിഴച്ച സമയത്ത് നിക്ഷേപകർക്കും ഒരു സംശയം ഉണ്ടാവുകയാണ്. AI അസിസ്റ്റഡ് സെർച്ചാണ് ഭാവി. അതിലേക്ക് ChatGPT എന്ന ഒരു ശക്തമായ ടൂൾ കടന്നു വന്നിരിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റും ബിങ്ങുമാണ്. എന്നാൽ അതിന് പകരക്കാരനായി ഗൂഗിൾ കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ പാളിക്കൊണ്ടിരിക്കുകയാണ്. നിക്ഷേപകർ കമ്പനിയെ അവിശ്വസിക്കാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി $100 ബില്യണോളം ഗൂഗിളിൻ്റെ ഷെയറുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇത്രയും പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ തോന്നിയേക്കാം, ഗൂഗിൾ ഇത്രയും വലിയൊരു കമ്പനിയല്ലേ, അത് പരാജയപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രത്തോളം പണമില്ലേ, ചെറിയ ചെറിയ കമ്പനികളെ മേടിച്ചുകൂടെ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളുടെ വെച്ച് പുതിയ കമ്പനി ഉണ്ടാക്കിക്കൂടെ, പുതിയ AI പുറത്തേക്ക് കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ വളരെ കാലമായിട്ട് ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സിനെ, സ്റ്റാർട്ടപ്സിനെയൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇത്തരമൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രതിരോധിക്കാനും ഉപയോഗിക്കാനും വേണ്ടി തന്നെയാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, മൈക്രോസോഫ്റ്റ്
ഓപ്പൺ എ ഐക്ക് ഫണ്ട് ചെയ്യുന്നു. ഓപ്പൺ എ ഐ ചാറ്റ് GPT പോലുള്ള ഒരു സംവിധാനത്തെ ഉണ്ടാക്കുന്നു. ആ ചാറ്റ് ബോട്ടിനെ ബിങ്ങുമായി സംയോജിപ്പിച്ച് വർക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ചാറ്റ് ബോട്ടിന് എന്താണ് കിട്ടുന്നത്? ബിങ് ഉപയോഗിക്കുന്ന യൂസേഴ്സിൻ്റെ എണ്ണം നന്നായിട്ട് കൂടുന്ന സമയത്ത് ചാറ്റ് ബോട്ടിന് നല്ല രീതിയിൽ ഡാറ്റ കിട്ടുകയാണ്. അത് ഓപ്പൺ എ ഐക്ക് കൈമാറപ്പെടുകയാണ്. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ എ ഐ കൂടുതൽ ശക്തമാവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ ശക്തമായിട്ട് മാറുകയാണ്. ചാറ്റ് GPT കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മാറുകയാണ്. ഇത് ആകെ മൊത്തം വരുമാനത്തെ കൂട്ടുന്നു. ഈ രണ്ട് കമ്പനിക്കും, പ്രത്യേകിച്ച് ഇൻവെസ്റ്റർ ആയിട്ടുള്ള മെയിൻ കമ്പനിക്കും ഇതിൻ്റെ ലാഭം കിട്ടുകയാണ്. എന്താണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന AI യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാവുന്ന രീതിയിലാണ്. ഒരുപാട് ടെക്നിക്കൽ ടേമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്നത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ മനസ്സിലാക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയാതിരുന്നത്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധത്തിൽ ആര് ജയിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.